ഹലോ മക്കളെ. അപ്പോൾ മിസ്സിൻ്റെ പിന്നിലെ നിങ്ങൾ കാണുന്ന ഈ മുഖങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എക്സാമിനാണ്ട് +1 ടോപ്പേഴ്സാണ്. നമ്മളുടെ എക്സാമിനാണ്ട് അഗ്നി ബാച്ചിലെ ടോപ്പേഴ്സാണെന്ന് പറയുമ്പം അവർ നമ്മളുടെ അഗ്നി ബാച്ചിൽ മാത്രം ടോപ്പറായ മക്കളല്ല, നമ്മുടെ കേരളത്തിലെ തന്നെ +1 ടോപ്പേഴ്സിനെയാണ് നിങ്ങളിവിടെ കാണുന്നത്. അതായത് +1 നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഒരു കുട്ടിക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മാർക്ക് എന്ന് പറയുന്നത് ഫുൾ മാർക്കാണല്ലേ, മാക്സിമം മാർക്ക് 520. ആ 520 ഔട്ട് ഓഫ് 520 വാങ്ങിയിട്ടുള്ള, അത് നമ്മുടെ എക്സാമിനാണ്ട് അഗ്നി ബാച്ചിൽ പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിയിട്ടുള്ള മക്കളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇവരെല്ലാവരും തന്നെ ഒരു മാർക്ക് പോലും അവരുടെ ഒരു സബ്ജക്റ്റിൽ പോലും കളയാതെ ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓക്കെ മിസ്, അപ്പം ഇവർ ടോപ്പേഴ്സ് ആയിരിക്കും, ഇവർ നല്ല പഠിപ്പിസ്റ്റുകളായിരിക്കും അല്ലേ, ഭയങ്കര ബുദ്ധിയുള്ളവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവർ മാത്രമായിരിക്കണം നമ്മുടെ ബാച്ചിൽ അല്ലേ. പക്ഷേ ഒരു മാർക്ക് മാത്രം നഷ്ടപ്പെട്ട് ഇത്രയും മക്കളുണ്ട് ഇവിടെ. ആൻഡ് 2 മാർക്ക് നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ കരുതാം, യെസ് മിസ്, ഇവരെല്ലാവരും പഠിപ്പിസ്റ്റുകളായിരിക്കും, കാരണം നല്ല ബുദ്ധിയുള്ള മക്കളായതുകൊണ്ടായിരിക്കും 1-2 മാർക്ക് എല്ലാവർക്കും പോയുള്ളൂ. പക്ഷേ നമ്മുടെ എക്സാം ഇന്നാണ്ട് അഗ്നി ബാച്ചിൻ്റെ റിസൾട്ട് ഇതേ ഇവിടെയും തീരുന്നില്ല. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ A+ വാങ്ങിയിട്ടുള്ള 650+ കുട്ടികളാണുള്ളത്. അപ്പോൾ അവരുടെയൊന്നും ഫോട്ടോസ് നമുക്കിവിടെ വെച്ച് കഴിഞ്ഞാൽ തികയില്ല, അതുകൊണ്ടാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സയൻസ് സബ്ജക്ട്സിൽ A+ കിട്ടിയിട്ടുള്ളവർ 779 മുകളിലാണ്. ആൻഡ് ഫുൾ മാർക്ക് ഇൻ സയൻസ് സബ്ജക്ട്സ്. അപ്പോൾ നമ്മൾ എപ്പോഴും സയൻസ് സബ്ജക്ട്സ് എടുക്കുന്ന സമയത്ത് പറയാറുണ്ടോ, സയൻസിലൊക്കെ ഫുൾ മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും മക്കളെ. ഫിസിക്സിൽ, അതുപോലെ മാത്സിൽ, ബയോളജി, കെമിസ്ട്രിയിൽ ഇതിലൊക്കെ ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള 101 മക്കളാണ്. ആൻഡ് ഇവിടെ 99% മുകളിൽ വാങ്ങിച്ചിട്ടുള്ളവർ 157 പേര്, 98% മുകളിൽ വാങ്ങിച്ചിട്ടുള്ളവർ 389 പേര്, ദെൻ 95 മുകളിൽ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള 830 പേര്. അപ്പോൾ ഇത്രയും കുട്ടികൾ ഒരു ബാച്ചിൽ നിന്നുള്ള മക്കളാണെന്ന് പറയുമ്പം നമ്മളുടെ എക്സാം വിന്നേണ്ട അഗ്നി ബാച്ച് എത്രത്തോളം പവർഫുള്ളാണ്. അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാച്ചിലുണ്ടാവും എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓ മിസ് +1 മാത്രമായിരിക്കും അല്ലേ. അങ്ങനെയല്ല. നമ്മളുടെ SSLC റിസൾട്ട് നോക്കുകയാണെങ്കിൽ നമ്മളുടെ എക്സാമിനറിൻ്റെ ലക്ഷ്യ ബാച്ചിൽ പഠിച്ചിട്ട് ഫുൾ A+ വാങ്ങിയ 5000-ലും കൂടുതൽ മക്കളാണ് നമ്മുടെ ബാച്ചിൽ പഠിച്ചത്. ഇതേപോലത്തെ ഒരു റിസൾട്ട് തന്നെ നമുക്ക് +2 ബാച്ചസിലും പറയാനുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അപ്പോൾ എപ്പോഴും എല്ലാ മക്കളും ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, മിസ് ഇവർ ടോപ്പേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ബാച്ചിൽ എന്തൊക്കെ കൊടുത്തപ്പോഴാണ് ഇവർക്ക് നല്ല ടോപ്പ് മാർക്ക് കിട്ടിയത്. ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മക്കളെല്ലാവരും ചിലപ്പോൾ അറിയുന്നുണ്ടാവും, നിങ്ങളിത് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും അല്ലേ. നന്നായിട്ട് പഠിക്കുക, ഓക്കെ, നന്നായിട്ട് നോട്ടൊക്കെ എഴുതുക, ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക, ഇതെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ടോപ്പേഴ്സ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ അതും കൂടെ അറിഞ്ഞെങ്കിലേ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ A+ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ അങ്ങോട്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളാണ് മിസ് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്, അതായത് ടോപ്പേഴ്സ് ചെയ്യാത്ത കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങൾ എൻ്റെ മക്കളും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് എന്ത് കിട്ടും. ഇപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് ആണ്, നിങ്ങൾക്ക് ഫുൾ A+ കിട്ടും. +1 +2 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൂടി ചെയ്യാതിരുന്ന ഫുൾ മാർക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ടോപ്പേഴ്സ് ചെയ്യാത്ത കാര്യങ്ങളിൽ നമ്പർ 1, നോ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ. ഈ കാര്യത്തിലൂടെ ഇപ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു കുഞ്ഞ് കള്ളച്ചിരിയൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ. എല്ലാ സമയവും പഠിക്കേണ്ട സമയമൊക്കെ ഇങ്ങനെ കളിച്ച് നടക്കും. എക്സാമിൻ്റെ ആ ഒരു ടൈം ആയാൽ, ടൈം ടേബിൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പൂരപ്പെടുത്തണം. അവിടുന്ന് നോട്ട് സംഘടിപ്പിക്കുന്നു, ഇവിടുന്ന് ക്ലാസ്സുകൾ കാണുന്നു. ഈവൻ നമ്മുടെ ലൈവുകളിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും എക്സാമിൻ്റെ തലേ ദിവസം നടക്കുന്ന ലൈവിലുണ്ടാകും ഒരു ക്വസ്റ്റ്യൻ, മിസ് ഇനി പഠിച്ചാൽ എനിക്ക് ഫുൾ മാർക്ക് കിട്ടുമോ. അതും ഇനി പഠിച്ചാൽ പാസ്സാകുമോ എന്നല്ല ചോദിക്കുക, ഇനി പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുമോ, ഇനി പഠിച്ചാൽ ഫുൾ A+ കിട്ടുമോ. ഈ ഒരു കാര്യം നമ്മുടെ ടോപ്പേഴ്സ് ഒരിക്കലും ചെയ്യില്ല. ലാസ്റ്റ് മിനിറ്റിലേക്ക് അവരുടെ സ്റ്റഡീസ് വെക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രെസ്സ്, അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ടൈം ലേണിംഗ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നെക്സ്റ്റ് ഡേ നമ്മുടെ എക്സാം ഹാളിലെ എല്ലാം ഓർത്തെടുക്കാൻ പറ്റണമെന്നില്ല. നമ്മുടെ ടോപ്പേഴ്സ് എന്താ ചെയ്യുക,
അവർ തുടക്കം മുതലേ തന്നെ കുറച്ചായിട്ട് പഠിച്ചു തുടങ്ങും. ആൻഡ് അത് ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചെയ്തിട്ടും എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടും ഒക്കെ റിവൈസ് ചെയ്യുന്നുണ്ടാകും. അങ്ങനെ അവർ എക്സാം ടൈമിലാകുമ്പോഴേക്ക് എന്താണ്, അവർ ഒത്തിരി റിവിഷൻ കഴിഞ്ഞ് അവർക്ക് ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്തെടുക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് എൻ്റെ മക്കൾ ഒഴിവാക്കുകയാണെങ്കിൽ, നമ്മുടെ ടോപ്പേഴ്സിനെ പോലെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ നല്ല സ്കോർ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മളുടെ രണ്ടാമത്തെ കാര്യമാണ് പ്ലാനിങ് ആൻഡ് ഡ്രോപ്പിംഗ്. ഇത് നമ്മൾ ടോപ്പേഴ്സ് ഒരിക്കലും ചെയ്യില്ല. അതായത് നമ്മളിപ്പം എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് ഇത്ര പഠിക്കും, അല്ലെങ്കിൽ നാളെ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യും, നാളെ ഞാൻ ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും, നാളെ ഞാൻ ഈ നോട്ട് എഴുതിയെടുക്കും, അല്ലെങ്കിൽ ഈ നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യും എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടോപ്പേഴ്സ് അത് പ്രാക്ടിക്കലാക്കും, അത് അവർ ചെയ്യും. സാധാരണ നമ്മളെന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ട് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് പ്ലാനിങ് ഒക്കെ ചെയ്യും. പക്ഷെ നാളെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും, എങ്ങാനും ലേറ്റായി പോയി കഴിഞ്ഞാൽ ഒന്ന് ലേറ്റായി, ഇനിയിപ്പം മതി ഇത് പഠിച്ചത്, അല്ലേ? അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാമെന്ന് വിചാരിച്ചതാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് മൊബൈൽ എടുത്ത് നോക്കും, അങ്ങനെ റീൽസ് കണ്ട് മണിക്കൂറുകളോളം തീർന്നിട്ടുണ്ടാകും. അപ്പോഴേക്കും ഇനിയിപ്പോൾ സമയം പോയില്ലേ, ഇനി മതി പഠിച്ചത്. അപ്പോൾ അവിടെ നമ്മുടെ പ്ലാൻ എന്താവാണ്, ഡ്രോപ്പ് ആവാണ്. അങ്ങനെ ഒരിക്കലും നമ്മുടെ ടോപ്പേഴ്സ് ചെയ്യില്ല. അവരെന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, അവരത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കംപ്ലീറ്റ് ഫീലിംഗ്, അതെന്ത് ചെയ്യും, അത് നമ്മളെ നെക്സ്റ്റ് ഡേയിൽ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ മക്കളെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോപ്പേഴ്സ് ആവാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളുടെ മൂന്നാമത്തെ കാര്യം റെഗുലർ ലേണിംഗ് ആൻഡ് കൺസിസ്റ്റൻസി. അതായത് ടോപ്പേഴ്സ് ഒരിക്കലും ഇറഗുലർ ആയിട്ടുള്ള ഒരു ലേണിംഗ് പാറ്റേൺ ഫോളോ ചെയ്യില്ല. അതായത് ഇന്ന് എന്ത് ചെയ്യുന്നു, ഇന്ന് പഠിക്കുന്നു, അടുത്ത ദിവസം പഠിക്കുന്നില്ല, അടുത്ത ദിവസം പഠിക്കുന്നു, പിന്നെ ഒരാഴ്ച പഠിക്കില്ല, പിന്നെ എക്സാം ആകുമ്പോൾ പഠിക്കുന്നു, പിന്നെ പഠിക്കില്ല. ഇങ്ങനൊരു ഇറഗുലാരിറ്റി നമ്മളെ ടോപ്പേഴ്സിൻ്റെ ലേണിങ്ങിൽ ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യും, എല്ലാ ദിവസവും ഇങ്ങനെ കുറച്ചായിട്ട് പഠിക്കും, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ നമ്മൾ ഒത്തിരി പഠിച്ചു, ഇന്ന് ഞാൻ കുറേ പഠിച്ചില്ല, എന്നാൽ നാളെ മതി പഠിച്ചത്, അല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പഠിക്കാം, അല്ലെങ്കിൽ എക്സാം ആകുമ്പോൾ പഠിക്കാം. അങ്ങനെ പഠിച്ചില്ല ആ ഒരു പാറ്റേൺ നമ്മളെ ടോപ്പേഴ്സ് ഉണ്ടാക്കില്ല. അവരുടെ പാറ്റേൺ എന്ന് പറയുമ്പോൾ വളരെ റെഗുലർ ആയിരിക്കും. എല്ലാ ദിവസവും അവർ ചെയ്യുന്നത് വളരെ കുറച്ചായിരിക്കും, പക്ഷേ കുറച്ചായിട്ട് അങ്ങനെ എന്ത് ചെയ്യും, എല്ലാ ദിവസവും പഠിക്കുമ്പം നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം, ഈ പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിക്കുന്ന സമയത്ത് റിവൈസ്ഡ് ആവും. അതുമാത്രമല്ല, നമ്മൾ എല്ലാ ദിവസവും ഒരു പ്രത്യേക സമയത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് വേറെ തരത്തിലുള്ള ചിന്തകൾ വരില്ല. നമ്മൾ നമ്മുടെ ബ്രെയിൻ അലേർട്ടാവും, യെസ് ഇതെൻ്റെ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടും, നല്ല ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. അതല്ല, നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾ പഠിക്കുകയാണെന്ന് കരുതുക, നാളെ നിങ്ങൾ ആ സമയം മൊബൈലിൽ കളിക്കുകയാണെങ്കിൽ, നിങ്ങൾ 2-3 ദിവസം റിപ്പീറ്റായിട്ട് രാത്രി ആ സമയം മൊബൈലിൽ കളിക്കുകയാണെങ്കിൽ, പിന്നെ നിങ്ങളൊരാഴ്ച കഴിഞ്ഞ് ഈ സമയത്ത് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവും. കാരണം ഇത്രയും ദിവസങ്ങളിൽ ബ്രെയിനിന് ശീലം എന്താണ്, ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡായി മൊബൈൽ ഫോണിൽ ചെയ്തിട്ടാണ്. ഇരുന്നൊരു ശീലം ഉണ്ടാവില്ല. അപ്പം ഈ ഇറഗുലാരിറ്റി നമ്മുടെ ടോപ്പേഴ്സിൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല. എൻ്റെ മക്കൾക്കും അതേപോലെ റെഗുലറായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കറക്റ്റ് എല്ലാ ദിവസവും പഠിക്കുക. ഓക്കെ, ഇനി നമ്മളുടെ നെക്സ്റ്റ് കാര്യം, ടോപ്പേഴ്സ് ഡിസ്ട്രാക്റ്റഡ് ആവും. നമ്മുടെ കുട്ടികളോട് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഭയങ്കര ഡിസ്ട്രാക്ഷനാണ്, സോഷ്യൽ മീഡിയ ഒരു ഡിസ്ട്രാക്ഷനാണ്, അല്ലേ? ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് എൻ്റെ കുട്ടികളെ പഠിപ്പിൽ നിന്ന് പിന്നോട്ടേക്ക് ആക്കുന്നുണ്ട് എന്ന് പറയും. അപ്പം നമ്മുടെ ടോപ്പേഴ്സ് ഡിസ്ട്രാക്റ്റഡ് ആവാറുണ്ടോ? ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് എന്താണോ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹം അതിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം അതിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കും, അല്ലേ? ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടറിൻ്റെ അല്ലെങ്കിൽ ആക്ട്രസിൻ്റെ മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ ആരെങ്കിലും വിളിച്ചാൽ പോലും നിങ്ങൾ കേൾക്കില്ല. അവിടെ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ഇല്ല, അല്ലേ? നിങ്ങളൊന്നും അറിയില്ല, നിങ്ങൾ അത്രയും മുഴുകിയിരുന്ന് കാണുന്നുണ്ടാവും. അപ്പം നമ്മുടെ ടോപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഡ്രീമുണ്ട്, അവർക്കൊരു ഫോക്കസ് ഉണ്ട്, അവരതിലാണ് കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയോറിറ്റി, അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റഡീസാണ്. അപ്പോൾ അവരത് ഏറ്റവും താല്പര്യത്തോടു കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് വേറെ ഒരു കാര്യങ്ങളും അവരെ ബാധിക്കുന്നേ ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, മിസ് അപ്പോൾ ഈ താല്പര്യമൊക്കെ വരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, എന്ത് ചെയ്താലാണ് ഞങ്ങൾക്ക് ഇതേപോലത്തെ താല്പര്യത്തോടു കൂടി പഠിക്കാൻ പറ്റുക?
അതിനുള്ള വഴിയും മിസ് പറഞ്ഞുതരാം. അതായത് നമ്മളൊരു കാര്യം ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യുകയാണ്, ഏറ്റവും താല്പര്യത്തോടെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. നിങ്ങൾ ഇഷ്ടത്തോടൊരു മൂവി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബോറടിക്കില്ലല്ലോ. ഉണ്ടോ? നമുക്ക് മടുപ്പ് തോന്നുമോ? നമുക്ക് ഉറക്കം വരുമോ? നമ്മൾ ആരെങ്കിലും വിളിച്ചാൽ നമ്മൾ കേൾക്കുമോ? ഇല്ല. അതേപോലെയാണ് ടോപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലേണിംഗ് എന്ന് പറയുന്നത്. അത് അവർ ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ്, എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. അവർക്ക് മടുപ്പ് വരില്ല, അപ്പം അവർക്ക് ഉറക്കം വരില്ല, അവർ ഡിസ്ട്രാക്റ്റഡ് ആവില്ല, അവരെന്തായിരിക്കും, വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. ആ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം. ആൻഡ് നിങ്ങൾക്ക് വളരെ എൻജോയ് ചെയ്തിട്ടല്ലേ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് മനസ്സിലാക്കി എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് മിസ് ഞങ്ങൾക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല, ഞങ്ങൾക്ക് ലേണിംഗ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ആരും വിഷമിക്കൊന്നും വേണ്ട. കാരണം നിങ്ങളുടെ ലേണിംഗ് ഏറ്റവും അടിപൊളിയാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ എക്സാമിനർ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എക്സാമിനറിൻ്റെ ക്ലാസ്സുകളിലാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മിസ് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ചായിട്ട് പഠിക്കാം. കാരണം നമ്മുടെ ലേണിംഗ് വീഡിയോസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരു ദിവസം നിങ്ങൾ ഇത്ര കാണുന്നു, അപ്പോൾ നിങ്ങളൊരു 1 hour എന്തെങ്കിലും സ്പെൻഡ് ചെയ്താൽ മതി. അടുത്ത ദിവസം നിങ്ങൾ അതേ സമയം വേറെ ഏതെങ്കിലും കാണും. അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് പഠിക്കാനുള്ളൊരു ശീലം വരും. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ ക്ലാസ്സുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ, നമ്മൾ വളരെ എൻജോയ് ചെയ്തിട്ട് കാര്യങ്ങൾ വളരെ സിമ്പിളാക്കിയിട്ടാണ് മനസ്സിലാക്കി കൊടുക്കണേ. അപ്പോൾ ആ രീതിയിൽ എൻ്റെ മക്കൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സിനിമ കാണുന്ന എഫക്റ്റിൽ എന്ത് ചെയ്യാം, നമ്മുടെ ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ലേണിംഗ് എൻ്റെ മക്കൾക്ക് വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചസിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ അഡ്മിഷനൊക്കെ എപ്പോഴും നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ മിസ് കാണിച്ചെന്ന ആ ഫോട്ടോസിലുള്ള പോലെ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ടോപ്പേഴ്സ് ആവാൻ പറ്റും. ആൻഡ് അതല്ല നിങ്ങൾക്ക് അല്ലാത്ത രീതിയിൽ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, കാരണം നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഡിസ്ട്രാക്ഷനാണ് ഇന്നത്തെ കുട്ടികൾ പ്രത്യേകിച്ചും. നമ്മൾ വിചാരിക്കും ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ എന്ന് കരുതി നമ്മളൊരു 10 മിനിറ്റിന് ഫോൺ നോക്കുകയാണെങ്കിൽ റീൽസ് കണ്ട് നമ്മൾ അങ്ങ് 1 മണിക്കൂർ അങ്ങോട്ട് പോകും. അപ്പം നമ്മൾ എന്തായോ, ഞാൻ അത് പഠിക്കാൻ വെച്ചത് തീർന്നില്ലല്ലോ, എൻ്റെ സമയം കഴിഞ്ഞു പോയല്ലോ, മൊത്തത്തിൽ നെഗറ്റീവാവും. അപ്പോഴെന്താ പറ്റുക, നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പം ഈ ടോപ്പേഴ്സിന് എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്റ്റഡ് ആവാത്തതെന്ന് പറഞ്ഞാൽ അവരുടെ പ്രയോറിറ്റി അതല്ല, അവരുടെ ഫോക്കസ് അതല്ല. അവർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഫ്യൂച്ചറിലേക്കാണ് അല്ലേ. നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന ആലോചിച്ചാൽ മതി. നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന് മുൻപായിട്ട് സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്യും അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? ആ പിക്ചർ ഫോക്കസ്ഡ് ആവാനാണ്. അപ്പോൾ അതേ രീതിയിൽ നിങ്ങളുടെ ഫ്യൂച്ചറാണ് നിങ്ങൾ നോക്കി കാണേണ്ടത്. നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ തന്നെ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അതല്ല, ഇപ്പോൾ ഉള്ള ഈ ഒരു ബെസ്റ്റ് ടൈം നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്കൊരു ജോലിയോ ഒന്നും ആവാതെ നമ്മൾ കഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സമയം ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ഉപയോഗിക്കുക. അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം, ടോപ്പേഴ്സ് ആവാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ മൈൻഡിൽ വെക്കുക. എന്തൊക്കെ ചെയ്യാതിരിക്കുക, നമ്മൾ പ്ലാൻ ചെയ്ത് അത് ഡ്രോപ്പ് ചെയ്യാതിരിക്കുക, റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കുക. ഓക്കെ, ആൻഡ് നമ്മൾ കുറേ കാര്യങ്ങളിൽ ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കുക. നമ്മളുടെ ഫോക്കസ്, നമ്മളുടെ എയിം എന്താണെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ മക്കളൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക, എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുക.